നമ്മൾ ക്ലേ വെച്ചൊരു ബ്രഷ് ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ പെയിൻറ്റ് പാലറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ. നമുക്ക് ക്ലേ എടുത്ത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ പരത്തി ക്ലേനെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും ആ മടക്കിയ ക്ലേനെ ഒന്നും കൂടി ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ വരുന്ന ഹോൾസും സൈഡിലെ ലൈൻസൊക്കെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ഹൈഡ് ചെയ്ത് പരത്തി കൊടുക്കുക. നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം, അത്രേ ഉള്ളൂ. നിങ്ങളിനി എടുക്കുന്ന ക്ലേ റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ജസ്റ്റ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇത് 4 സൈഡൊന്ന് ഫ്ലാറ്റായി വരാൻ വേണ്ടി ഇങ്ങനെ നിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾഭാഗം ഒന്നുകൂടെ ലൈറ്റായിട്ട് ഞാനൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു ഹോൾസും ലൈൻസൊക്കെ പോയി ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നിരത്ത് വെച്ച് നോക്കാം, അതൊന്ന് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, ഇതുപോലെ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് 3 പാർട്ട് വി ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് കട്ട് ചെയ്യില്ലേ, അതുപോലെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയ പോർഷൻ വരും, എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ 3 ഷേപ്പിലുള്ളത് മതി കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളം യൂസ് ചെയ്ത് നമുക്ക് അതൊന്ന് ഷേപ്പ്, അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 സൈഡും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഞാൻ ഒന്ന് സ്റ്റാൻഡ് വെച്ച് നോക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോയെന്ന്. ഇനി നമുക്കിന്ന് ട്രൈ ആക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ഡേയും ഒരു നൈറ്റ് ഫുള്ള് വെച്ച് ഒന്ന് ട്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ട്രൈ ചെയ്ത ലുക്ക്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ടൊന്ന് വൈറ്റ് കോട്ട് അടിച്ച് ആദ്യമേ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പെയിൻറ്റ് ചെയ്തില്ല, ഫ്രണ്ട് മാത്രമേ ചെയ്തോളൂ. ഇനി നമുക്ക് ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞാനൊരു വീടാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ റൂഫിൽ നമ്മൾ ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നു. എന്നിട്ട് ആ റൂഫിൻ്റെ ഇടയ്ക്ക് വരുന്ന പോർഷനാണ് നമ്മൾ ബ്രഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ പിങ്കും ഗ്രീനൊക്കെ വെച്ച് ആ ഒരു റൂഫ് 3 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വീടിനും ജനലും വാതിലൊക്കെ വേണ്ടി, അതിനുവേണ്ടി ഞാൻ യെല്ലോ കളർ യൂസ് ചെയ്തു. യെല്ലോ കളർ അങ്ങനെ എടുത്ത് കാണാത്തതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ബോർഡറും കൂടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 വീട് റെഡി ആയിട്ടുണ്ട്. ഇനി വർക്കിംഗ് ആണ് നോക്കണ്ടേ, നമുക്ക് ബ്രഷ് വെച്ച് നോക്കാം. വർക്കിംഗ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.